أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أبت إني قد جاءني من العلم ما لم يأتك فاتبعني أهدك صراطا سويا. يا أبت لا تعبد الشيطان إن الشيطان كان للرحمن عصيا. يا أبت إني أخاف أن يمسك عذاب من الرحمن فتكون للشيطان وليا. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد استفيناه في الدنيا وإنه في الآخرة لمن الصالحين. إذ قال له ربه أسلم قال أسلمت لرب العالمين. ബഹുമാന്യ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, സഹൃദയരായ ശ്രോതാക്കളെ, നമ്മുടെ ഈ ഒത്തുചേരൽ അല്ലാഹു ഒരു സ്വാലിഹായ അമലായി ഖബൂൽ ചെയ്യുമാറാകട്ടെ. മഹനീയമായ ഈ മജ്ലിസിൽ ഒത്തൊരുമിച്ചതുപോലെ അള്ളാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിക്കാനുള്ള തൗഫീഖ് നൽകി അള്ളാഹു നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിക്കേണ്ടി വന്നതിന്റെ ആവശ്യകത ആമുഖഭാഷണത്തിൽ നിങ്ങൾ ശ്രവിച്ചിട്ടുണ്ട്. ചില ആളുകൾ അവരുടെ സ്ഥാപിത താൽപര്യങ്ങൾ നടപ്പാക്കുവാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഈ പ്രദേശത്ത് കടന്നു വരികയും വളരെ മോശമായി സലഫി പ്രസ്ഥാനത്തെയും സലഫികളെയും ആക്ഷേപിക്കുകയും വാദപ്രതിവാദത്തിന് വെല്ലുവിളി മുഴക്കുകയും ഒരിക്കലും ആ വെല്ലുവിളി സ്വീകരിക്കാൻ മുജാഹിദുകൾ തയ്യാറാവുകയില്ല എന്ന് വീമ്പിളക്കുകയും
അങ്ങനെ പല ജാതി കസർത്തുകളുമായി നടന്ന പരിപാടി ഈ നാട്ടിലുള്ള ഇസ്ലാഹി പ്രവർത്തകർ വീക്ഷിക്കുകയും വാദപ്രതിവാദത്തിന് ഞങ്ങൾ ഒരുക്കമാണ്, കൃത്യമായ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ എന്ന് അവരെ അറിയിക്കുകയും അതുപ്രകാരം വെല്ലുവിളിച്ച ആളുകൾ പ്രതീക്ഷിച്ചതിന് വിപരീതമായി ഈ കുന്നത്തേരിയിൽ വെച്ചുകൊണ്ട് വരുന്ന ജനുവരി 10 നടത്തുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള വാദപ്രതിവാദത്തിന്റെ കരാർ എഴുതുകയും ആ നിലക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇവിടെ ആക്ഷേപം ഉന്നയിക്കുകയും ആ ആക്ഷേപം ഉന്നയിച്ച പരിപാടി റെക്കോർഡ് ചെയ്ത് CD-യാക്കി പുറത്തിറക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ CD രൂപത്തിൽ പുറത്തിറങ്ങിയ ആ പരിപാടിയുടെ ഇസ്ലാഹി ആക്ഷേപങ്ങൾക്ക് മറുപടി പറയുക എന്ന ഉദ്ദേശത്തോടെ നടത്തപ്പെടുന്ന ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം നിലകൊള്ളുന്ന ഈ മാസത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കി നാം ഈ സമയത്ത് സ്വീകരിക്കേണ്ട ചിന്തകളെ മുന്നിൽ നിർത്തി ഏതാനും ചില സംഗതികൾ ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ ഈ സമയത്ത് ഞാൻ ഉദ്ദേശിക്കുകയാണ്. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ആ ആദർശ പിതാവിന്റെ മില്ലത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ആ മില്ലത്ത് സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനും ആ ആദർശം മറ്റുള്ളവരോട് തുറന്നു പ്രഖ്യാപിക്കുവാനും കൽപ്പിക്കപ്പെട്ട സമൂഹമാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മില്ലത്ത് സർവാത്മന അംഗീകരിക്കണമെന്ന് മാത്രമല്ല, യാതൊരു തരത്തിലുമുള്ള വിമുഖതയും ആ മില്ലത്ത് സ്വീകരിക്കുന്നതിൽ, ആ മില്ലത്ത് ഉൾക്കൊള്ളുന്നതിൽ മുസ്ലിം സമൂഹത്തിന് അല്ല ലോകത്തിലെ ഒരാൾക്കും ഉണ്ടാകാൻ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ ശക്തമായി തന്നെ മാനവികതയെ അറിയിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ 2-ാം അധ്യായം സൂറത്തുൽ ബഖറയിലെ 130, 131 സൂക്തങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യം വ്യക്തമായി പറഞ്ഞു. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد استفتيناه في الدنيا وإنه في الآخرة لمن الصالحين إذ قال له ربه أسلم قال أسلمت لرب العالمين ومن يرغب عن ملة إبراهيم ഇബ്രാഹിമി മില്ലത്തിനോട് വിമുഖത കാണിക്കുന്നവൻ ആരാണ്? ആർക്കാണ് ഇബ്രാഹിം മില്ലത്തിനോട് വിമുഖത കാണിക്കാൻ സാധിക്കുക? ആരാണ് അതിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുക? ഇല്ലാ മൻ സഫിഹ നഫ്സഹു, സ്വന്തം ശരീരത്തെ, സ്വന്തത്തെ തന്നെയും നാശത്തിൽ അകപ്പെടുത്തിയവനല്ലാതെ, സ്വന്തത്തെ തന്നെയും പരാജയപ്പെടുത്തിയവനല്ലാതെ ഇബ്രാഹിം മില്ലത്തിനോട് വിമുഖത കാണിക്കാൻ ലോകത്ത് ആർക്കാണ് സാധിക്കുക? വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയാ, തീർച്ചയായും ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ ഐഹിക ലോകത്ത് നാം പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുണ്ട്. വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സ്വാലിഹീൻ, നാളെ പാരത്രിക ലോകത്ത് അദ്ദേഹം സ്വാലിഹീങ്ങളോടൊപ്പമായിരിക്കും.
സച്ചരിതരായ സദ്വൃത്തരായ ആളുകളോടൊപ്പമായിരിക്കും പാരത്രിക ലോകത്ത് അദ്ദേഹം ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ ആ മില്ലത്തിനോട് വിമുഖത കാണിക്കാൻ ആർക്കാണ് സാധിക്കുക? ആ മില്ലത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കാൻ ആർക്കാണ് കഴിയുക? അല്ലാഹു ഐഹിക ലോകത്ത് ഇബ്രാഹീമിനെ പ്രത്യേകം തെരഞ്ഞെടുത്തിട്ടുണ്ടെന്ന് ഖുർആൻ, വിശുദ്ധ ഖുർആൻ സൂറത്ത് മറിയമിന്റെ 41-ാം ആയത്ത് അല്ലാഹു ഒരിക്കൽ കൂടി പറയുന്നു, വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ. വദ്കുർ ഫിൽ കിതാബി ഇബ്രാഹിം, വേദത്തിൽ ഇബ്രാഹീമിനെ സ്മരിക്കണം, കിതാബിൽ നിന്ന് ഇബ്രാഹീമിനെ നീ ഓർക്കണം, സ്മരിക്കണം. ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യാ, തീർച്ചയായും അദ്ദേഹം സിദ്ദീഖായിരുന്നു, നബിയായിരുന്നു, പ്രവാചകനായി അല്ലാഹു ആ ഇബ്രാഹിം നബിയെ ഈ ലോകത്തെ തെരഞ്ഞെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തെ മുർസലുകളിൽ ഒരു വ്യക്തിയാക്കിയിട്ടുണ്ട് എന്ന് മാത്രമല്ല, ആ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠന്മാരായ ഉലുൽ അസ്മുകളിൽ ഒരു വ്യക്തിത്വമായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു അഹ്സാബിന്റെ 7-ാം സൂക്തം അല്ലാഹു പറയുന്നു, വഇദാ അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും വമിൻക വമിൻ നൂഹിൻ വഇബ്രാഹീമ വമൂസാ വഈസ ഇബ്നു മറിയം വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീളാ. ഉലുൽ അസ്മുകളായ 5 പ്രവാചകന്മാർ, ആ 5 പ്രവാചകന്മാരുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറയുന്നു, വഇദാ അഖദ്നാ മിനൻ നബിയ്യീന മീസാഖഹും വമിൻക, ഓ മുഹമ്മദ് നബിയെ, താങ്കളിൽ നിന്നും താങ്കളല്ലാത്ത വമിൻ നൂഹിം വഇബ്രാഹീം വമൂസാ വഈസ ഇബ്നു മറിയം, നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസാ നബി അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാം എന്നിങ്ങനെയുള്ള പ്രവാചകന്മാരിൽ നിന്നും നാം കരാർ വാങ്ങിയിട്ടുണ്ട്. വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീളാ, തീർച്ചയായും അവരിൽ നിന്ന് ബലിഷ്ഠമായ ഒരു കരാർ നാം വാങ്ങിയെന്ന് ഖുർആൻ പറയുമ്പോൾ സൂറത്തു അഹ്സാബിന്റെ 7-ാം സൂക്തത്തിൽ വിശദീകരിച്ച ഈ 5 പ്രവാചകന്മാർ ഉലുൽ അസ്മുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നതെങ്കിൽ ആ ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. അതുകൊണ്ടും അവസാനിക്കുന്നില്ല. സൂറത്തുൻ നിസാഇന്റെ 125-ാമത്തെ സൂക്തം മറിച്ചാൽ വീണ്ടും അവിടെ കാണുന്നു, വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ. വമൻ അഹ്സനു ദീനൻ മിമ്മൻ അസ്ലമ വജ്ഹഹു ലില്ലാഹി വഹുവ മുഹ്സിൻ, പരിപൂർണമായ ഇഹ്സാനിയത്ത് സ്വീകരിച്ചൊരു മുഹ്സിനായി തന്നെയും തന്റെ റബ്ബിലേക്ക് അല്ലാഹുവിലേക്ക് തിരിച്ചവനേക്കാൾ ഉത്തമമായൊരു മതം സ്വീകരിച്ചവൻ ആരാണ് വേറെയുള്ളത്? അവനേക്കാൾ മറ്റൊരു ദീൻ പുൽകിയവൻ വേറെ ആരാണുള്ളത്? വത്തബഅ മില്ലത ഇബ്രാഹീമ ഹനീഫാ, ഋജുമാനസനായ ഇബ്രാഹീമിന്റെ മാർഗം, ആ മാർഗം മില്ലത്ത് സ്വീകരിച്ചവനേക്കാൾ ഏറ്റവും നല്ല ആദർശം സ്വീകരിച്ച, ഏറ്റവും നല്ല മതം സ്വീകരിച്ച വേറെ ആരാണുള്ളത്? വത്തഖദല്ലാഹു ഇബ്രാഹീമ ഖലീലാ, ഇബ്രാഹീമിനെ നാം ഖലീലായി, ചങ്ങാതിയായി തെരഞ്ഞെടുത്തു. ഖുർആൻ പറയുകയാണ്, ഖലീലായി റബ്ബ് തിരഞ്ഞെടുത്ത പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അതിനു പുറമെ ആകാശഭൂമികളുടെ മലക്കൂത്തുകൾ കാണാൻ അവസരം സിദ്ധിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാം സൂറത്തു അന്നാമിന്റെ 74-75 ആയത്തുകളിൽ അല്ലാഹു പറയുന്നു, വഇദ ഖാല ഇബ്രാഹീമു ലിഅബീഹി ആസറ അതത്തഖിദു അസ്നാമൻ ആലിഹ ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ വകദാലിക നുരി ഇബ്രാഹീമ മലകൂതസ് സമാവാതി വൽ അർള് വലിയകൂന മിനൽ മൂഖിനീൻ. വഇദ ഖാല ഇബ്രാഹീമു ലിഅബീഹി ആസർ, ഇബ്രാഹിം തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം, അതായത് ആസറിനോട് പറഞ്ഞ സന്ദർഭം, അതത്തഖിദു അസ്നാമൻ ആലിഹ, ഓ പിതാവേ, ഓ ഉപ്പ, നിങ്ങൾ വിഗ്രഹങ്ങളെയാണോ ആരാധ്യന്മാരായി സ്വീകരിച്ചിട്ടുള്ളത്? നിങ്ങൾ വിഗ്രഹങ്ങളെയാണോ പൂജിക്കുന്നത്? ഇന്നി അറാക വഖൗമക ഫീ ളലാലിൻ മുബീൻ, തീർച്ചയായും താങ്കളെയും താങ്കളെ അനുഗമിക്കുന്ന താങ്കളുടെ ജനതയെയും വ്യക്തമായ വഴികേടിലാണ് ഞാൻ കാണുന്നത്. ഇത് പറഞ്ഞിട്ട് അല്ലാഹു പറയുകയാണ്, കദാലിക,
അപ്രകാരമാണ് നുരി ഇബ്രാഹിമ മലകൂതസ് സമാവാതി വൽ അർള് വലിയകൂന മിനൽ മൂഖിനീൻ. ആകാശഭൂമികളുടെ മലക്കൂത്തുകൾ, ആകാശഭൂമികളുടെ ആധിപത്യം, ആകാശത്തിൽ അല്ലാഹുവിനുള്ള ആധിപത്യം, ഭൂമിയിലെ അല്ലാഹുവിന്റെ മലക്കൂത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം കാണിക്കപ്പെട്ടത് എന്ന് ഖുർആൻ വിശദീകരിക്കുന്നു. ആ മലക്കൂത്തുകളുടെ ദർശനം വഴി കൃത്യമായ ഒരു ആദർശബോധത്തിന്റെയും കൃത്യമായ ഒരു ആദർശ പ്രതിബദ്ധതയുടെയും പ്രതീകമായി മാറാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കഴിഞ്ഞു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് സൂറത്ത് ശൂറാഇന്റെ 69 മുതൽ 77 വരെയുള്ള സൂക്തങ്ങളിൽ വത്ലു അലൈഹിം നബഅ ഇബ്രാഹിം ഇദ് ഖാല ലിഅബീഹി വഖൗമിഹി മാ തഅബുദൂൻ. വത്ലു അലൈഹിം നബഅ ഇബ്രാഹിം, ഓ പ്രവാചക ഇബ്രാഹിമിന്റെ വൃത്താന്തം അവർക്ക് പറഞ്ഞു കൊടുക്ക്, അവർക്ക് ഓതിക്കൊടുക്ക്. ഇദ് ഖാല ലിഅബീഹി വഖൗമിഹി, അദ്ദേഹം തന്റെ പിതാവിനോടും തന്റെ ജനതയോടും ചോദിച്ചതായ സന്ദർഭം മാ തഅബുദൂൻ, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്, എന്തിനെയാണ് നിങ്ങൾ ആരാധിക്കുന്നത്? ഖാലു, ആ സമയത്ത് അവർ പറഞ്ഞു നഅബുദു അസ്നാമാ ഫനദല്ലു ലഹാ ആകിഫീൻ, ഞങ്ങൾ ആരാധിക്കുന്നത് വിഗ്രഹങ്ങളെയാണ്, അതിന്റെ കീഴിൽ അതിന്റെ തണലിൽ ഞങ്ങൾ പോയി ഭജനമിരിക്കുകയാണ്, ഞങ്ങളുടെ ആരാധനകളും ഞങ്ങളുടെ നേർച്ചകളും ഞങ്ങൾ അവർക്ക് സമർപ്പിക്കുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി അവരോട് ചോദിക്കുകയാണല്ല ജനങ്ങളെ, ഹൽ യസ്മഊനകും ഇദ് തദ്ഊൻ ഔ യൻഫഊനകും ഔ യദുറൂൻ, നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ പ്രാർത്ഥന അത് കേൾക്കുമോ? നിങ്ങൾ അവയോട് ദുആ ചെയ്താൽ ആ ദുആ അവർ കേൾക്കുമോ? നിങ്ങളുടെ ആവശ്യങ്ങൾ അവ കേൾക്കുമോ? ഔ യൻഫഊനകും ഔ യദുറൂൻ, അതല്ല ഏതെങ്കിലും തരത്തിലുള്ള ഉപകാരമോ ഉപദ്രവമോ അവ നിങ്ങൾ കേൾപ്പിക്കുമോ? എന്തിനാണ് നിങ്ങൾ അവയെ ആരാധിക്കുന്നത്, എന്തിനാണ് നിങ്ങൾ അവയെ പൂജിക്കുന്നതെന്ന് ഇബ്രാഹിം നബി അവരോട് ചോദിക്കുമ്പോ അവർ മറുപടി പറയുന്നു, ഖാലൂ ബൽ വജദ്നാ ആബാഅനാ കദഅലിക യഫ്അലൂൻ. ഓ ഇബ്രാഹിം, അതൊന്നും ഞങ്ങൾക്കറിയില്ല, അത് കേൾക്കുമോ കേൾക്കില്ലേ ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ല, അത് ഉപകാരം ചെയ്യുമോ ഉപദ്രവിക്കുമോ ഞങ്ങൾക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. നേരെ മറിച്ച് ബൽ വജദ്നാ ആബാഅനാ കദഅലിക യഫ്അലൂൻ, ഞങ്ങളുടെ കാക്കകാരണവന്മാർ അങ്ങനെ ചെയ്യുന്നതായി ഞങ്ങൾ കണ്ടു, അത് ഞങ്ങൾ സ്വീകരിക്കുന്നു എന്നല്ലാതെ അതിനെക്കുറിച്ച് മറ്റൊരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നവർ പറയുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം അവരോട് ചോദിക്കുന്നു, അല്ല ജനങ്ങളെ, അഫറഅയ്തും മാ കുന്തും തഅബുദൂൻ അൻതും വആബാഉകുമുൽ അഖ്ദമൂൻ ഫഇന്നഹും നദുവ്വുൽ ലി ഇല്ലാ റബ്ബൽ ആലമീൻ. ഓ ജനങ്ങളെ, നിങ്ങൾ ആരാധിക്കുന്ന ഈ ആരാധ്യ വസ്തുക്കളെ കുറിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ചോ, നിങ്ങൾ അവയെ കുറിച്ചൊന്ന് ആലോചിച്ചോ. അൻതും വആബാഉകുമുൽ അഖ്ദമൂൻ, നിങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞുപോയ നിങ്ങളുടെ ഉപ്പുപ്പമാരെ കുറിച്ചും നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ, ഒന്ന് ആലോചിക്കുന്നുണ്ടോ? ഫഇന്നഹും അദുവ്വുൽ ലി ഇല്ലാ റബ്ബൽ ആലമീൻ, നിങ്ങൾ ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും എന്റെ നയം ഞാൻ വ്യക്തമാക്കുന്നു. ഫഇന്നഹും അദുവ്വുൽ ലി ഇല്ലാ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ ലോകങ്ങളുടെ റബ്ബായ അല്ലാഹു ഒഴികെയുള്ള സർവമാന ആരാധനാ വസ്തുക്കളോടും ഞാനിതാ ശത്രുത പ്രഖ്യാപിക്കുകയാണ്. എല്ലാത്തിനോടും ഞാൻ ശത്രുത പ്രഖ്യാപിക്കുന്നു. ഞാൻ അംഗീകരിക്കുന്നത്, ഞാൻ എന്റെ ആരാധനകൾ സമർപ്പിക്കുന്നത് ഏകനായ അല്ലാഹുവിന് മാത്രമായിരിക്കും. ആ റബ്ബിന് മാത്രമായിരിക്കും എന്റെ ആരാധന ഞാൻ സമർപ്പിക്കുക. ആ തൗഹീദിന്റെ പ്രബോധകനും പ്രയോക്താവുമായി കൊണ്ട് മാത്രമായിരിക്കും ഞാൻ ജീവിക്കുക. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫാ വമാ അന മിനൽ മുശ്രികീൻ. ഇന്നി വജ്ജഹ്തു വജ്ഹിയ ലില്ലദീ ഫതറസ് സമാവാതി വൽ അർള ഹനീഫാ, ആകാശഭൂമികളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ ആ റബ്ബിലേക്ക് ഋജുമാനസനായ നിലയിൽ ഞാൻ എന്നെ തന്നെ തിരിച്ചിരിക്കുന്നു. വമാ അന മിനൽ മുശ്രികീൻ, ഞാൻ ഒരിക്കലും ശിർക്ക് ചെയ്യുകയില്ല. ഞാൻ ശിർക്കിന്റെ പ്രചാരകനല്ല, ഞാൻ ശിർക്കിന്റെ പ്രയോക്താവല്ല, ശിർക്കുമായി ഞാൻ സന്ധിയാവുകയില്ല. ശിർക്കുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളോടും ഞാനിതാ തുറന്ന ശത്രുത പ്രഖ്യാപിക്കുന്നു. ഇതാണ് ഇബ്രാഹിം നബി ജനങ്ങളോട് പറയുന്നത്. മാത്രമല്ല ഇബ്രാഹിം നബി റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. ഇബ്രാഹിം നബി തന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഭയപ്പെടുന്ന കാര്യം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം തന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ ഏറ്റവും അധികം ഭയപ്പെടുന്ന കാര്യം, മഹാനായ ഇബ്രാഹിം നബി തന്റെ റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. വഇദ് ഖാല ഇബ്രാഹിമു റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിനാ വജ്നുബ്നി വബനിയ അൻ നഅബുദൽ അസ്നാം
റബ്ബി ഇന്നഹുന്ന അള്ളൽന കസീറൻ മിനന്നാസ് ഫമൻ തബിഅനി ഫഇന്നഹു മിന്നി വമൻ നസാനി ഫഇന്നക ഗഫൂറുർ റഹീം. വൈദ ഖാല ഇബ്രാഹിം, ഇബ്രാഹിം പ്രാർത്ഥിച്ച സന്ദർഭം ഖുർആൻ സൂറത്ത് ഇബ്രാഹിമിന്റെ 36-ാം സൂക്തത്തിൽ പറയുകയാണ്. വൈദ ഖാല ഇബ്രാഹിം, ഇബ്രാഹിം നബി പ്രാർത്ഥിച്ച സന്ദർഭം എന്താണ്? ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന റബ്ബി ജഅൽ ഹാദൽ ബലദ ആമിന, നാദാ ഈ നാടിനെ നിർഭയകരമായ ഒരു നാടാക്കണം, സമാധാനാന്തരീക്ഷമുള്ള ഒരു നാടാക്കി ഈ നാടിനെ നീ സ്വീകരിക്കണേ അല്ലാഹ്. വജ്നുബിനി വബനിയ അൻ നഅബുദൽ അസ്നാം, എന്നെയും എന്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന് നീ കാക്കണേ അല്ലാഹ്. ഞങ്ങൾ ഒരിക്കലും ശിർക്ക് ചെയ്യുന്നവരാക്കരുത്. നിന്നെയല്ലാതെ പൂജിക്കുന്ന, നിന്നോടല്ലാതെ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്ന, നിനക്കല്ലാതെ ഇതരങ്ങൾക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുന്ന ഒരവസ്ഥയിൽ ഒരിക്കലും എന്നെയും എന്റെ മക്കളെയും നീ ആക്കരുതേ നാഥാ. തീർച്ചയായും ആ ശിർക്കിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കണേ അല്ലാഹ്. നിന്റെ തൗഹീദ് ഉറച്ച് ജീവിക്കുന്ന, ആ തൗഹീദിൽ നിലകൊള്ളുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാഹ് എന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുകയാണ്. മാത്രമല്ല ഇബ്രാഹിം നബി തന്റെ ജീവിതത്തിൽ കൊണ്ടു നടന്ന ആശങ്ക, തന്റെ കുടുംബത്തിന്റെ കാര്യത്തിൽ വെച്ച ആശങ്ക മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു വസിയ്യത്തിന്റെ രൂപത്തിൽ തന്നെ തന്റെ മക്കൾക്ക് കൈമാറി എന്ന് ഖുർആൻ സൂറത്ത് ബഖറ 132, 133 സൂക്തങ്ങളിലായി പറഞ്ഞു. വവസ്സാ ബിഹാ ഇബ്രാഹീമു ബനീഹി വയാഖൂബ് യാ ബനിയ ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീന ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. തീർച്ചയായും ഇബ്രാഹിം നബി തന്റെ മക്കൾക്ക് വസിയ്യത്ത് നൽകുകയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരക്കുട്ടിയായ യാഖൂബ് നബി അലൈഹിസ്സലാമും തന്റെ മക്കൾക്ക് വസിയ്യത്ത് നൽകുകയാണ്. യാ ബനിയ, ഏ പൊന്നുമക്കളെ, ഇന്നല്ലാഹ അസ്തഫാ ലകുമുദ്ദീൻ, നിങ്ങൾക്ക് അല്ലാഹു തെരഞ്ഞെടുത്തു തന്ന മതമാണിത്, അല്ലാഹു നിങ്ങൾക്ക് തെരഞ്ഞെടുത്തു തന്ന ആദർശമാണിത്. ആയതിനാൽ ഫലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമായിട്ടല്ലാതെ നിങ്ങൾ മരിക്കരുത്. മരിക്കുന്ന സമയത്തും നിങ്ങൾ മുസ്ലിങ്ങളായിരിക്കണം. ഒരിക്കലും ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വെച്ചുകൊണ്ട് ഇസ്ലാമിയത്തിൽ നിന്ന് തെന്നിപ്പോകാൻ പാടില്ല, ഇസ്ലാമിക വിരുദ്ധ ആദർശം സ്വീകരിക്കാൻ പാടില്ല, തൗഹീദിൽ നിന്ന് വ്യതിചലിക്കാൻ പാടില്ല. മാത്രമല്ല ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടി യാഖൂബ് നബി തന്റെ മക്കളോട് ചോദിക്കുന്ന രംഗം വിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നു. അം കുന്തും ശുഹദാ ഇദ് ഹളറ യാഖൂബൽ മൗത്ത്, ഇബ്രാഹിം നബിയുടെ പേരക്കുട്ടി യാഖൂബ് നബി അലൈഹിസ്സലാം അദ്ദേഹത്തിന് മരണമാസന്നമായ സമയത്ത് നിങ്ങൾ ആരെങ്കിലും അവിടെ ഹാജരുണ്ടായിരുന്നോ? നിങ്ങൾ അതിന് സാക്ഷിയായിരുന്നോ? ഇത് ഖാല ലിബനീഹി, അദ്ദേഹം തന്റെ മക്കളോട് ചോദിച്ച സന്ദർഭം മാ തഅബുദൂന മിൻ ബഅദി, ഈ ഉപ്പയുടെ കാലം കഴിഞ്ഞാൽ, ഈ ഉപ്പ നിങ്ങളിൽ നിന്ന് വേർപെട്ടു പോയാൽ എന്റെ കാലശേഷം നിങ്ങൾ എന്തിനെയായിരിക്കും ആരാധിക്കുക? ഖാലൂ, ആ സമയത്ത് ആ മക്കൾ പറയുന്നു നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക ഇബ്രാഹീമ വ ഇസ്മാഈല വ ഇസ്ഹാഖ ഇലാഹൻ വാഹിദ വ നഹ്നു ലഹു മുസ്ലിമൂൻ. പിതാവിൽ നിന്ന് ഉത്തമമായ ആദർശം പഠിപ്പിക്കപ്പെട്ട, തൗഹീദിന്റെ മഹത്വം പഠിപ്പിക്കപ്പെട്ട, ഏകദൈവാരാധനയുടെ മഹത്വം പഠിപ്പിക്കപ്പെട്ട, ഏകദൈവ വിശ്വാസത്തിന്റെ മഹത്വം പഠിപ്പിക്കപ്പെട്ട നല്ലവരായ മക്കൾ മറുപടി പറയുകയാണ് നഅബുദു ഇലാഹക വ ഇലാഹ ആബായിക, ഓ ഉപ്പ അങ്ങ് വിഷമിക്കണ്ട, ഞങ്ങൾ തീർച്ചയായും നിങ്ങളുടെ രക്ഷിതാവ്, നിങ്ങളുടെ ഇലാഹ്, നിങ്ങളുടെ പിതാക്കന്മാരുടെ ഇലാഹ്, അതായത് ഇബ്രാഹീമ വ ഇസ്മാഈല, ഇബ്രാഹിം നബി പഠിപ്പിച്ച ഇലാഹ്, ഇസ്മായിൽ നബി പഠിപ്പിച്ച ഇലാഹ്, ഇസ്ഹാഖ് നബി പഠിപ്പിച്ച ഇലാഹ്, അതായത് ഇലാഹു വാഹിദ, ഏകനായ ഇലാഹ്, ആ ഇലാഹിനെ മാത്രമേ ഞങ്ങൾ ആരാധിക്കൂ ഉപ്പ, ആ റബ്ബിനോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കൂ ഉപ്പ, ആ റബ്ബിന് മാത്രമേ ഞങ്ങൾ നേർച്ച വഴിപാടുകൾ അർപ്പിക്കൂ ഉപ്പ. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ തീർച്ചയായും മുസ്ലിങ്ങളായിരിക്കും, ഞങ്ങൾ ഇസ്ലാമിയത്ത് പരിപൂർണമായി ഉൾക്കൊള്ളും. ഇതായിരുന്നു യാഖൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ യാഖൂബ് നബിക്ക് നൽകിയ മറുപടി എന്ന് ഖുർആൻ പറയുമ്പോൾ, മഹത്തായ ഈ തൗഹീദിന്റെ പ്രബോധനവും ഈ മഹത്തായ തൗഹീദിന്റെ പ്രചാരണവും ഏറ്റെടുത്ത ഒരു കുടുംബത്തെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. തലമുറ കൈമാറി പാരമ്പര്യമായി തന്നെയും ആ തൗഹീദിന്റെ പ്രവർത്തന മേഖലയിൽ വളരെ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു മഹത്തായ മില്ലത്തിനെ കുറിച്ചാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് മുന്നിൽ പഠിപ്പിച്ചു തരുന്നത്. ഏകനായ അല്ലാഹുവിന്റെ വഹദാനിയത്ത്, ആ വഹദാനിയത്തിന് വേണ്ടി വാദിക്കുന്ന, അവരെ മാത്രം ആരാധിക്കണമെന്ന അടിസ്ഥാനപരമായ തൗഹീദിന്റെ പ്രഖ്യാപനത്തിലേക്ക് ജനങ്ങളെ വിളിച്ചുകൊണ്ടുവരുന്ന സുന്ദരമായ ആദർശത്തിലേക്കാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ മാനവികതയെ ആ സന്ദേശം പഠിപ്പിക്കുന്നത്. എന്നാൽ മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
ആ തൗഹീദിന്റെ മഹത്വം ഇബ്രാഹിം നബിയുടെ പ്രവർത്തനത്തിലൂടെ പഠിപ്പിക്കുമ്പോൾ തന്നെയും അതിന്റെ ഒരു മറുഭാഗം കൂടി വിശദീകരിച്ചു തന്നു. ഇമാം ബുഖാരി തന്റെ സഹീഹിൽ 3 സ്ഥലത്ത് ആവർത്തിച്ച ഒരു ഹദീസ്, 3 സ്ഥലങ്ങളിലായി ഇമാം ബുഖാരി എടുത്തുദ്ധരിച്ച ഓർമ്മിപ്പിച്ച ഒരു ഹദീസ്. ആ ഹദീസിൽ കാണാം, യൽഖാ ഇബ്രാഹിമു അബാഹു ആസറ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ, നാളെ വിചാരണയുടെ നാളിൽ ആദം അലൈഹിസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള സർവമാന മനുഷ്യരും ഒരുമിച്ച് കൂടുന്ന ഹശ്റിന്റെ മൈതാനിയിൽ, ആ വിചാരണയുടെ നാളിൽ ഓരോ ആളുകളും സ്വന്തത്തെക്കുറിച്ച് അന്വേഷിക്കുന്ന, സ്വന്തം കാര്യം അന്വേഷിച്ചുകൊണ്ട് പരക്കം പായുന്ന, ബാപ്പയും ഉമ്മയും അകന്നു പോകുന്ന, സഹോദരങ്ങൾ തമ്മിൽ അകറ്റപ്പെടുന്ന, ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുന്ന ആ ഹശ്റിന്റെ മൈതാനിയിൽ യൽഖാ ഇബ്രാഹിമു അബാഹു ആസറ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ സ്വന്തം പിതാവിനെ, സ്വന്തം ഉപ്പയെ മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കണ്ടുമുട്ടുന്ന രംഗം, സ്വന്തം ബാപ്പയെ കണ്ടുമുട്ടുന്ന രംഗം. ആ സമയത്ത് ഇബ്രാഹിം നബി തന്റെ വാപ്പയുടെ മുഖത്ത് നോക്കുമ്പോൾ, തന്റെ ഉപ്പയുടെ മുഖത്ത് നോക്കുമ്പോൾ, വഅലാ വജ്ഹി ആസറ ഖതറത്തുൻ വഅബറ, തന്റെ പിതാവ് ആസറിന്റെ മുഖത്ത് പൊടിപടലങ്ങൾ പറ്റിയിരിക്കുന്നു, ചെളിപുരണ്ടിരിക്കുന്നു. വികൃതമായ വേഷത്തിൽ ഖിയാമത്ത് നാളിൽ ഹശ്റിന്റെ മൈതാനിയിൽ സ്വന്തം ബാപ്പയെ കണ്ടുമുട്ടേണ്ടി വന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാം, ഫയഖൂലു ലഹു ഇബ്രാഹിം, സ്വന്തം ഉപ്പയോട് ഇബ്രാഹിം നബി ചോദിക്കുന്നു, അലം അഖുൽ ലക ലാ തഅസിനി യാ അബ, ഓ ഉപ്പ, താങ്കളോട് ഞാൻ പറഞ്ഞില്ലയോ, താങ്കളോട് ഞാൻ ഉപദേശിച്ചില്ലയോ, അലം അഖുൽ ലക ലാ തഅസിനി, എന്നെ ധിക്കരിക്കരുത്, ഞാൻ പറയുന്ന ഈ തൗഹീദിന്റെ സന്ദേശം ഒരിക്കലും നിങ്ങൾ കൈയൊഴിക്കരുത്, ഈ തൗഹീദ് നിങ്ങൾ സ്വീകരിക്കണമെന്ന് എത്ര ഞാൻ പറഞ്ഞു ഉപ്പ, എന്നെ നിങ്ങൾ ധിക്കരിക്കരുതെന്ന് എത്ര ഞാൻ പറഞ്ഞു ഉപ്പ. ആ സമയത്ത് ഫയഖൂലു അബൂ, ഇബ്രാഹിം നബിയുടെ ഉപ്പ ഇബ്രാഹിം നബിയോട് പറയാണ്, പൊന്നുമോനെ, ഫൽയൗമ ലാ അഅ്സീക്, ഇന്നെന്നോട് നീ എന്ത് പറഞ്ഞാലും ഉപ്പ ധിക്കരിക്കൂല, ഉപ്പ നിന്നെ എതിർ പറയും, എനിക്ക് നിനക്കെതിരെ നിൽക്കൂല. പണ്ട് ആ ഐഹിക ലോകത്ത് വെച്ചുകൊണ്ട് നീ തൗഹീദ് പറഞ്ഞപ്പോൾ നിന്നെ എറിഞ്ഞാട്ടുമെന്ന് ഈ ഉപ്പ നിന്നോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ ഈ വീട് വിട്ട് പുറത്തു പോകണമെന്ന് ഈ ഉപ്പ നിന്നോട് ശകാരിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ഒരിക്കലും ഉൾക്കൊള്ളാൻ തയ്യാറല്ലെന്ന് ഈ ഉപ്പ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മോനെ നീ എന്നോട് ക്ഷമിക്കണം. ഫൽയൗമ ലാ അഅ്സീക്, ഇന്നേ ദിവസം ഈ ഉപ്പ നിന്നെ ധിക്കരിക്കൂല, എന്ത് നീ പറഞ്ഞാലും ഈ ഉപ്പ അനുസരിക്കാൻ ഒരുക്കമാണ്. ആ സമയത്ത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം കരങ്ങൾ നീട്ടി റബ്ബിനോട് ദുആ ചെയ്യുന്നു, റബ്ബി ഇന്നക വഅതനി അല്ലാ തുഖ്സിയനി യൗമ യുബഅതൂൻ ഫഅയ്യു ഖിസിൻ നഖ്സാ മിൻ ബിൽ അബഅദ്, ഓ റബ്ബേ, ഓ രക്ഷിതാവേ, നീ എനിക്ക് വാഗ്ദാനം തന്നല്ലോ, നീ എനിക്ക് വാഗ്ദ നൽകിയല്ലോ, അല്ലാ തുഖ്സിയനി യൗമ യുബഅതൂൻ, പുനരുദ്ധാന ദിവസം ഖിയാമത്ത് നാളിൽ എന്നെ നിന്ദിക്കുകയില്ല, എന്നെ വിഷമിപ്പിക്കുകയില്ല, എന്നെ പ്രയാസപ്പെടുത്തുകയില്ല എന്ന് നാഥാ നീ എനിക്ക് വാദം നൽകിയതാണല്ലോ. എന്റെ ഉപ്പ എന്നിൽ നിന്ന് അകന്നു പോകുന്നതിനേക്കാൾ, എന്റെ ഉപ്പ എന്നിൽ നിന്ന് അകറ്റപ്പെടുന്നതിനേക്കാൾ ഏത് തരത്തിലുള്ള മറ്റു വേദനയാണ് എനിക്ക് സംഭവിക്കാനുള്ളത്, അതിനേക്കാൾ വലിയ പ്രയാസം എന്താണ് എനിക്ക് സംഭവിക്കാനുള്ളത്? ഇബ്രാഹിം അലൈഹിസ്സലാം റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആല അവിടെ വെച്ചുകൊണ്ട് ഇബ്രാഹിം നബിക്ക് നൽകുന്ന മറുപടി, ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, ഓ ഇബ്രാഹിം. മാന്യ സഹോദരങ്ങളെ, നാം പറഞ്ഞു വന്നത് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിനെ കണ്ടുമുട്ടുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശദീകരിക്കുകയാണ്. ഖിയാമത്ത് നാളിൽ തന്റെ പിതാവ് പൊടിപുരണ്ട് ചെളിപുരണ്ട് ഇബ്രാഹിം നബിയെ കണ്ടുമുട്ടുമ്പോ ഇബ്രാഹിം നബി വാപ്പയോട് ചോദിക്കുന്നു, അല്ല ഉപ്പ, എന്നെ ധിക്കരിക്കരുത് എന്ന് അങ്ങയോട് ഞാൻ പറഞ്ഞിരുന്നില്ലയോ? ഈ ദിവസം താങ്കൾക്ക് രക്ഷപ്പെടാൻ മറ്റു മാർഗമൊന്നുമില്ലല്ലോ. ആ സമയത്ത് ഇബ്രാഹിം നബിയോട് പിതാവ് പറയുകയാണോ, ഓ മോനെ, ഇന്നേ ദിവസം നീ എന്നോട് എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കാൻ ഒരുക്കമാണ്, നിന്റെ ഏത് ഉപദേശവും ഞാൻ സ്വീകരിക്കാൻ ഒരുക്കമാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി തന്റെ രക്ഷിതാവിനോട് ദുആ ചെയ്യുന്നു, യാ റബ്ബി ഇന്നക വഅതനി അല്ലാ തുഖ്സിയനി യൗമ യുബഅതൂൻ ഫഅയ്യു ഖിസ്യൻ അഖ്സാ മിൻ അബിൽ അബഅദ്, ഓ രക്ഷിതാവേ, ഇന്നേ ദിവസം എന്നെ വിഷമിപ്പിക്കുകയില്ല, എന്നെ പ്രയാസപ്പെടുത്തുകയില്ലെന്ന് നീ എനിക്ക് വാഗ്ദാനം നൽകിയതാണല്ലോ. എന്റെ ഉപ്പ എന്നിൽ നിന്ന് അകന്നു പോകുന്നതിനേക്കാൾ എന്നെ വേദനിപ്പിക്കുന്ന, എന്നെ പ്രയാസപ്പെടുത്തുന്ന മറ്റെന്താണുള്ളത്?
ആ സമയത്ത് ഇബ്രാഹിം നബിയോട് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നത് ഫയഖൂലുല്ലാഹു തആല ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ. ഓ ഇബ്രാഹിം, തീർച്ചയായും അവിശ്വാസികളുടെ മേൽ സ്വർഗം നിഷിദ്ധമാണ്, ഹറാമാണ്. അവിടെ തന്റെ പിതാവെന്ന പരിഗണനയില്ല, അതല്ലെങ്കിൽ തന്റെ കുടുംബക്കാരനെന്ന പരിഗണനയില്ല. ആരായാലും ഇത് നീതിയുടെ ദിവസമാണ്, ഇത് നീതി നിർവഹണത്തിന്റെ ദിവസമാണ്. കുഫ്ർ ചെയ്ത അവിശ്വാസത്തിൽ അകപ്പെട്ടു പോയ ഒരാൾക്കും ഇന്ന് സ്വർഗം വിധിക്കുകയില്ല. ഇന്നി ഹറംതുൽ ജന്നത അലൽ കാഫിരീൻ, തീർച്ചയായും അവിശ്വാസികളുടെ മേൽ സ്വർഗം ഹറാമാണ്. സുമ്മ യുഖാൽ, പിന്നെ ഇബ്രാഹിം നബിയോട് പറയപ്പെടുകയാണ്, യാ ഇബ്രാഹിം, ഓ ഇബ്രാഹിം, മാ തഹ്ത റിജ്ലൈക്, മാ തഹ്ത റിജ്ലൈക്, എന്താ നിന്റെ കാൽ ചുവട്ടിൽ, എന്താണ് നിന്റെ കാലിന്റെ സമീപത്തൊന്ന് നോക്കൂ ഇബ്രാഹിം. ഫയൻദുർ, ആ സമയത്ത് തന്റെ പിതാവ് നിന്ന സ്ഥാനത്ത്, തന്റെ ഉപ്പ നിന്ന സ്ഥാനത്ത് സ്വന്തം കാൽ ചുവട്ടിലേക്ക് ഇബ്രാഹിം നബി നോക്കുമ്പോൾ ഫൈദാ ഹുവ ബിദീഖിൻ മുൽതഖിൻ, ഒരു കഴുതപ്പുലി, ഒരു കഴുതപ്പുലിയുടെ രൂപം പ്രാപിച്ചിരിക്കുന്നു തന്റെ പിതാവ്. ചെളിപുരണ്ട ഒരു കഴുതപ്പുലിയെ സമാനം, ഒരു കഴുതപ്പുലി സമാനം തന്റെ പിതാവ് മാറ്റപ്പെട്ടിരിക്കുന്നു, തന്റെ പിതാവിന് രൂപമാറ്റം സംഭവിച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഫയുഖദു ബിഖവാമിഹി ഫയുൽഖാ ഇലൻ ഫിന്നാർ, ഫയുഖദു ബിഖവാഇമിഹി ഫയുൽഖാ ഫിന്നാർ. ആ കഴുതപ്പുലിയായി രൂപാന്തരം പ്രാപിച്ച ഇബ്രാഹിം നബിയുടെ ഉപ്പയുടെ കാലിൽ പിടിച്ച് അല്ലാഹുവിന്റെ മാലാഖമാർ, മലായിക്കത്തുകൾ ആ കഴുതപ്പുലിയെ നരകത്തിലേക്ക് വലിച്ചെറിയുമെന്ന് ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 3350 നമ്പർ ഹദീസായി ഈ ഹദീസ് ഉദ്ധരിച്ചു. തൗഹീദിന് വേണ്ടി ശക്തമായി വാദിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, മലക്കൂത്തുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ മലക്കൂത്തുകൾ കാണാൻ ഭാഗ്യം സിദ്ധിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, തൗഹീദിന് വേണ്ടി 10,000 കിലോമീറ്ററുകൾ താണ്ടിക്കടന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, നഗ്നപാതനായി നടന്നെത്തിയിടത്തെല്ലാം ആളുകളെ കണ്ട് ഈ തൗഹീദിന്റെ ശബ്ദം ഉച്ചസ്ഥരം വിളിച്ചു പറഞ്ഞ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, അല്ലാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ സ്ഥാനം അലങ്കരിക്കുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, ബർസഖിന്റെ ലോകത്ത് അതേ തലയെടുപ്പോടുകൂടി ഉയർന്ന പൊക്കമുള്ള ഒരു മനുഷ്യനായി സ്വർഗത്തിന്റെ ഇടനാഴികളിലൂടെ നടന്നു നീങ്ങുന്ന ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി, അദ്ദേഹം ശിർക്കിന്റെ വാഹകനാണെങ്കിൽ, അദ്ദേഹം ശിർക്കിന്റെ പ്രയോക്താവാണെങ്കിൽ, അദ്ദേഹം ശിർക്കിന്റെ പ്രചാരകനാണെങ്കിൽ, അദ്ദേഹം ശിർക്കിന് വേണ്ടി വാദിച്ചയാളാണെങ്കിൽ, ഇബ്രാഹിം നബിയുടെ കുടുംബം പറഞ്ഞ്, ഇബ്രാഹിം നബിയുടെ ചോര പറഞ്ഞ്, ഇബ്രാഹിം നബിയുടെ അടുക്കലുള്ള സ്ഥാനം പറഞ്ഞ്, ഇബ്രാഹിമുമായുള്ള കുടുംബബന്ധം പറഞ്ഞ് നാളെ പാരത്രിക ലോകത്തെ രക്ഷപ്പെടുക സാധ്യമല്ല എന്ന് ഈ സമൂഹത്തെ പഠിപ്പിച്ച ആദർശമാണ് വിശുദ്ധ ഇസ്ലാമിന്റെ ആദർശം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തൗഹീദ് ആദർശ പിതാവ് ഈ സമൂഹത്തെ പഠിപ്പിച്ച കൃത്യമായ ആദർശം, ആ ആദർശത്തിന്റെ മഹത്വം പഠിപ്പിക്കുമ്പോൾ തന്നെ ആ ആദർശത്തിന്റെ വിരുദ്ധമായ നിലപാട് ആര് സ്വീകരിച്ചാലും അവർക്ക് നാളെ പാരത്രിക ലോകത്ത് രക്ഷയില്ല എന്ന കണിശമായ ഇസ്ലാമിന്റെ തീരുമാനം ഈ സമൂഹത്തിന്റെ മുന്നിൽ ഇസ്ലാം ഉറക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ചരിത്രത്തിൽ സംഭവിച്ചതെന്ത്? മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ, ദഖലൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ബൈത്ത്, വിശുദ്ധമായ കഅബാലയത്തിലേക്ക് പ്രവാചകൻ പ്രവേശിച്ചു. ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ 3351 നമ്പർ ഹദീസായി ഉദ്ധരിച്ച ഹദീസ്, മഹാനായ പ്രവാചകൻ വിശുദ്ധമായ കഅബാലയത്തിന്റെ ഉള്ളിൽ പ്രവേശിക്കുമ്പോൾ ഫവജദ ഫീഹി സൂറത ഇബ്രാഹിം വസൂറത മറിയം, വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ ഇബ്രാഹിം നബിയുടെ രൂപമുണ്ടാക്കി വെച്ചിരിക്കുന്നു. ഈസബിന് മറിയം വസൂറത്ത് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രൂപമുണ്ടാക്കി വെച്ചിരിക്കുന്നു. ആ സമയത്ത് മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളോട് ചോദിക്കുകയാണല്ല, ജനങ്ങളെ, അമാലഹും ഖദ് സമിഉ അന്നൽ മലായികത ലാ തദ്ഖുലു ബൈതൻ ഫീഹി സൂറ, നിങ്ങൾക്കറിഞ്ഞുകൂടെ രൂപങ്ങളുള്ള പ്രതിമകളുള്ള പ്രതിഷ്ഠകളുള്ള വീട്ടിൽ അള്ളാഹുവിന്റെ മാലാഖമാർ കടക്കുകയില്ലെന്ന്, അള്ളാഹുവിന്റെ മലക്കുകൾ കടക്കുകയില്ലെന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഫമാലഹു യസ്തഖ്സിം, ഒരിക്കലും അദ്ദേഹം പ്രശ്നം നോക്കിയ ആളല്ല, ഇബ്രാഹിം പ്രശ്നം നോക്കിയ ആളല്ല, ശകുനം നോക്കിയ ആളല്ല, അമ്പ് നിരത്തിയ ആളല്ല, ജ്യോത്സ്യനല്ല, പകിട് നിരത്തിയ ആളല്ല, പ്രശ്നം നടത്തിയ ആളല്ല, പ്രശ്നം നോക്കിയ ആളല്ല.
എന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ ജനങ്ങളെ എന്ന് മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കക്കാരോട് ചോദിക്കേണ്ടി വരികയാണ്. ഇമാം ബുഖാരി തന്നെ 3352 നമ്പർ ഹദീസായി ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലമ്മാ റഅ അസ്സൂറ ഫിൽ ബൈത്ത് ലം യദ്ഖുൽ ഹത്താ അമറ ബിഹാ ഫമുഹിയത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിഗ്രഹം കഅബാലയത്തിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ചത് മുഹമ്മദ് നബി കണ്ടപ്പോൾ നബി അങ്ങോട്ട് കടന്നില്ല. പ്രവാചകൻ വിശുദ്ധ കഅബാലയത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. എന്നിട്ട് പറഞ്ഞു, നശിപ്പിക്കണമത്. കഅബാലയത്തിന്റെ ഉള്ളിൽ പ്രതിഷ്ഠിച്ച ഇബ്രാഹിം നബിയുടെ വിഗ്രഹം അത് നശിപ്പിക്കണം. വറഅ ഇബ്രാഹിം വ ഇസ്മാഈൽ അലൈഹിമസ്സലാം ബിഐദിഹിമാ അൽ അസ്ലാൽ. വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ ഇബ്രാഹിം നബിയുടെ വിഗ്രഹം ഉണ്ടാക്കി വെച്ച്, ഇസ്മായിൽ നബിയുടെ വിഗ്രഹം ഉണ്ടാക്കി വെച്ച് ആ വിഗ്രഹത്തിന്റെ മുതുകിൽ ആവനാഴി സ്ഥാപിച്ചു. അന്നത്തെ മക്ക ഖുറൈശികൾ, മക്കയിലെ മുശ്രിക്കുകൾ ആവനാഴിയും അമ്പും സ്ഥാപിച്ചു. എന്നിട്ട് ആ മുശ്രിക്കുകളുടെ, ആ ഖുറൈശികളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിൽ തീരുമാനമെടുക്കണമെങ്കിലും ഈ രണ്ടാലൊരു വിഗ്രഹത്തിന്റെ മുന്നിൽ വന്ന് കണ്ണടച്ച് തൊഴുത് ആ വിഗ്രഹത്തിന്റെ മുതുകിൽ സ്ഥാപിച്ച ആവനാഴിയിൽ നിന്ന് കണ്ണടച്ചൊരമ്പെടുക്കുന്നു. അങ്ങനെ കണ്ണടച്ചെടുത്ത അമ്പിൽ നീ ചെയ്തോളൂ എന്ന് എഴുതപ്പെട്ട എന്നുല്ലേഖനം ചെയ്യപ്പെട്ട അമ്പാണ് ലഭിച്ചതെങ്കിൽ ആ ഖുറൈശികൾ അത് പ്രവർത്തിക്കും. ലാ തഫൽ, നീ ചെയ്യരുത് എന്ന് എഴുതപ്പെട്ട ഉല്ലേഖനം ചെയ്യപ്പെട്ട അമ്പാണ് കണ്ണടച്ചവരെടുത്തപ്പോൾ കിട്ടിയതെങ്കിൽ പിന്നെ അവർ ചെയ്യില്ല. അങ്ങനെ ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും പ്രശ്നം നോക്കാൻ വേണ്ടി മുതുകുകളിൽ ആവനാഴി സ്ഥാപിച്ച വിശുദ്ധമായ കഅബാലയത്തിന്റെ അകത്തളങ്ങളിൽ ഖുറൈശികൾ പ്രതിഷ്ഠിച്ചിരുന്നു. അത് കണ്ടപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഖാതലഹുമുല്ലാഹ് ഖാതലഹുമുല്ലാഹ് വല്ലാഹി ഇൻ ഇസ്തഖസമാ ബിൽ അസ്ലാം ഖത്ത്. അല്ലാഹു അവരെ നശിപ്പിക്കട്ടെ. ഇബ്രാഹിം നബിയുടെ ആദർശത്തെ വികൃതമാക്കിയ, ഇബ്രാഹിം നബിയെ മോശമായി ചിത്രീകരിച്ച, ഇബ്രാഹിം നബിയെ വിഗ്രഹമായി പ്രതിഷ്ഠിച്ചവരെ അല്ലാഹു നശിപ്പിക്കട്ടെ. വല്ലാഹ്, അല്ലാഹുവിനെ തന്നെ സത്യം, ഇൻ ഇസ്തഖസമാ ബിൽ അസ്ലാം ഖത്ത്. ഇബ്രാഹിം നബിയോ ഇസ്മായിൽ നബിയോ ഒരിക്കൽ പോലും ജീവിതത്തിൽ ഒരിക്കൽ പോലും ശകുനം നോക്കിയ ആളല്ല, പ്രശ്നം നോക്കിയ ആളല്ല, പ്രശ്നം നോക്കാൻ പറഞ്ഞ ആളല്ല, അമ്പുമായിരുന്ന ജ്യോത്സ്യനല്ല, പകട നിരത്തിയ ജ്യോത്സ്യനല്ല. എന്നിട്ടും ആ പ്രവാചകന്മാരെ ഇത്തരത്തിൽ നിങ്ങൾ അവഹേളിക്കുന്നുവല്ലോ എന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മക്കാ ഖുറൈശികളോട് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചുവെങ്കിൽ പ്രവാചകൻ ചോദിച്ച അതേ ചോദ്യം ഇന്ന് കുന്നത്തേരുടെ മുന്നിൽ മുജാഹിദുകൾക്ക് ആവർത്തിക്കേണ്ടി വന്നിരിക്കുന്നു എന്ന് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. മക്കാ ഖുറൈശികളോട് പ്രവാചകൻ 14 മുമ്പ് ചോദിച്ച ആ ചോദ്യം, ഖാതലഹുമുല്ലാഹ് എന്ന് പ്രവാചകൻ പറഞ്ഞ ആ വാചകം ഒരിക്കൽ കൂടി ആവർത്തിക്കേണ്ടി വന്നതിൽ ഖേദമുണ്ട്. കാര്യമെന്താണ്? എന്തുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ ഈ രൂപത്തിൽ അവതരിപ്പിക്കുന്നത്? എന്തേ ഞാൻ ഇബ്രാഹിം നബിയിൽ തുടങ്ങിയത്? ഇബ്രാഹിം നബി ഇവിടെ അവഹേളിക്കപ്പെട്ടു എന്നതുകൊണ്ട് തന്നെ, ഇബ്രാഹിം നബി ഇവിടെ അവഹേളിച്ചു എന്നതുകൊണ്ട് തന്നെ, ആ ഇബ്രാഹിം നബി പഠിപ്പിച്ച മഹത്തായ ആദർശത്തെ ഇവിടെ കൊഞ്ഞനം കാണിച്ചു എന്നതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മഹത്തായ പാരമ്പര്യവും മഹത്തായ ആദർശവും ഉൾക്കൊള്ളുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന്റെ ആ ഉമ്മത്തായി അണിനിരക്കുമ്പോൾ, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് സ്വീകരിക്കുമ്പോൾ ആ മില്ലത്തിനോടുള്ള പ്രതിബദ്ധത എന്ന നിലക്ക്, ആ നിലക്കാണ് ഇക്കാര്യം ഇവിടെ ഉദ്ധരിച്ചത്. കാരണം എന്താണ്? ഇവിടെ പ്രസംഗിച്ച മാന്യനായ പ്രാസംഗികൻ, ആ പ്രാസംഗികന്റെ സീഡി ഇന്ന് വിപണിയിലുണ്ട്. ആ പ്രസംഗകന്റെ സീഡി ഇവിടെ വിപണിയിൽ വിൽക്കപ്പെടുന്നുണ്ട്. ആ വിൽക്കപ്പെടുന്ന സീഡിയിൽ, ആ പ്രഭാഷണത്തിൽ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ചോദിക്കുകയാണ്, അദ്ദേഹം അവകാശപ്പെടുകയാണ്. കേട്ടോളൂ അദ്ദേഹത്തിന്റെ ചോദ്യം. ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. വലിയ ഐസക് ന്യൂട്ടൻ ഗുരുത്വാകർഷണം കണ്ടുപിടിച്ചതുപോലെ വലിയ ചിന്തയൊന്നും വേണ്ട. ഒരു ചെറിയ ചിന്തക്ക് നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാൻ വന്നു എന്ന് പറയാൻ ധൈര്യം ഉണ്ടാവണമെങ്കിൽ അവന്റെ വിളി നമ്മൾ കേട്ടിരിക്കണ്ടേ? ഉദാഹരണത്തിന് ഇവിടെ നിന്ന് ഒരാൾ ഹജ്ജിന് പോയി, ഒരു നോൺ സുന്നി, അതാ പറയാൻ സൗകര്യം. അയാൾ ഹജ്ജിന് അവിടെ എത്തിയിട്ട് മക്കയിൽ ചെന്ന് തൽബിയത്ത് ചൊല്ലുന്നു, ലബ്ബൈക അല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാനിതാ വന്നിരിക്കുന്നു. തൊട്ടടുത്തുള്ള അയൽവാസി പതിയെ തോണ്ടിയിട്ട് ചോദിച്ചു, മിസ്റ്റർ നിന്നെ എപ്പോഴേ അള്ളാഹു ഉത്തരം ക്ഷണിച്ചത്? എപ്പോഴേ അള്ളാഹു ഉത്തരം നിന്നെ വിളിച്ചത്? അള്ളാഹു ക്ഷണിച്ചിട്ടുണ്ടെങ്കിലല്ല നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാനിതാ വന്നിരിക്കുന്നു പറയാൻ പറ്റും. ഇപ്പൊ എന്നെ ഇവിടെ ക്ഷണിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് പറയാം നിങ്ങൾ ക്ഷണിച്ചത് കൊണ്ട് ഞാൻ വന്നു. ക്ഷണിച്ചതിന് തെളിവിന്റെ അടുത്തുണ്ട്. അതേ സമയത്ത് എന്നെ ക്ഷണിച്ചതിന് തെളിവെവിടെ? കുഴപ്പമില്ല, അറയിൽ നിന്നൊരു ലെറ്റർ എടുത്ത് ഫ്രം ഗോഡ്,
അല്ലെങ്കിൽ അല്ലാഹ്. 2 അബൂബക്കർ, ഈ വർഷത്തെ ഹജ്ജിന് സാദരം താങ്കൾ ക്ഷണിച്ചുകൊള്ളുന്നു. ഇങ്ങനെ ഒരു എഴുത്ത് നമുക്ക് കുന്നത്തേരിയിലേക്ക് ലഭിച്ചെങ്കിൽ ഓക്കെ. ഇതുവരെ അങ്ങനെ ലെറ്റർ അടിസ്ഥാനത്തിൽ ആരും കുന്നത്തേരിയൊന്നും പരിസരത്തൊന്നും ഹജ്ജിന് പോയിട്ടില്ല. ഹജ്ജ് ചെയർമാൻ മിസ്റ്റർ അമീർ സാഹിബിനടക്കം അങ്ങനെ കത്ത് കിട്ടിയിട്ടില്ല. പിന്നെ ഇപ്പൊ നമുക്ക് കിട്ടൂല എന്ന് ഉറപ്പല്ലേ. പിന്നെ ഏതടിസ്ഥാനത്തിലാണ് അല്ലാഹുവേ നിന്റെ വിളിക്ക് ഉത്തരം ചെയ്ത് ഞാൻ വന്നു എന്ന് പറയുന്നത്? അപ്പൊ പറയും അത് കഅബ മന്ദിരത്തിന്റെ പണി പൂർത്തിയായി കഴിഞ്ഞപ്പോ ബഹുമാനപ്പെട്ട ഖലീലുള്ളാഹി നബി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു തആല പറഞ്ഞു, ഇബ്രാഹിം നിങ്ങൾ ആളുകളെ ക്ഷണിക്കുക, ഹജ്ജിന് അവർ വരട്ടെ. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അന്ന് മക്കത്ത് വെച്ച് വിളിച്ചു ഹജ്ജിന്. ആ വിളി കേട്ടുകൊണ്ടാണ് ഞങ്ങളൊക്കെ അവിടെ ഉത്തരം ചെയ്തുകൊണ്ടെത്തുന്നത്. സുന്നിയും നോൺ സുന്നിയും. നോൺ സുന്നി എന്ന് പറഞ്ഞാൽ സൗകര്യത്തിന് ഞാൻ പറയാം, സമയം ചുരുക്കം കിട്ടാൻ. മുജാഹിദും ജമാഅത്തും തബ്ലീഗും ഖാദിയാനി റാഫിദി മുഅ്തസിലി അടക്കം ആരൊക്കെ പോകുന്നു എല്ലാവരും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചതാണ്. ഓഹോ, അവിടെ 2-3 സംശയങ്ങൾ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ് വിളിച്ചതെങ്കിൽ ഉത്തരം ചെയ്യേണ്ടത് ഇബ്രാഹിം നബിക്കാണല്ലോ, അല്ലാഹുവിനല്ലല്ലോ. കണ്ണിൽ പൊടി പോയാൽ ചെവിയിലാണോ ഊതാറുള്ളത്? അല്ലല്ലോ. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആണ് വിളിച്ചതെങ്കിൽ ഈ തൽബിയത്തിന്റെ പദം ഒന്ന് മാറ്റണം. എന്തേ? സ്വഹാബത്തിനോട് അറബിയിൽ നബി കുത്തുബോധി അറബികളായതുകൊണ്ട് മലയാളത്തിൽ വന്നപ്പോഴേക്ക് അതൊരു മലയാളത്തിലേക്ക് മാറ്റണം. എങ്കിൽ ഇവിടെ ഒന്ന് മാറ്റി കൊടുക്കാം. എങ്ങനെയാ വേണ്ടത്? ലബ്ബൈക് യാ ഇബ്രാഹിം ലബ്ബൈക്, ലബ്ബൈക് യാ ഖലീലുള്ളാഹി ലബ്ബൈക്. ഇങ്ങനെയല്ലേ പറയേണ്ടത്? നമ്പർ 1 ശിർക്കാവും. ഇബ്രാഹിം നബിക്ക് ഉത്തരം ചെയ്യേണ്ടതായിട്ട് വരും 1. അല്ല മുസ്ലിയാരെ, അല്ലെങ്കിൽ ബഹുമാനിച്ചാൽ ഉസ്താദെ, ഏതായിരുന്നാലും അത് ഭാഗികമായും ബാഹ്യമായും ആ വിളിച്ചിരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നാവിലൂടെയാണെങ്കിലും അല്ലാഹുവിന്റെ നിർദ്ദേശപ്രകാരമാണ്. അപ്പോൾ ബേസിക്കലായി താത്വികമായി അത് ആന്തരികമായി ആ വിളിച്ചത് അല്ലാഹു തആല തന്നെയാണ്. അത് ഇബ്രാഹിം നബി വിളിച്ചാൽ അല്ലാഹുവിന്റെ വിളിക്ക് തുല്യമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ അല്ലാഹുവിന് ഉത്തരം കൊടുക്കുന്നത്. എങ്കിൽ ഞാൻ പറയുന്നു, യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി. നമ്മളൊക്കെ കുത്തുവീത് ചെല്ലുന്നവരാണ്, ഗൗസുല്ലാഹിനെ വിളിക്കുന്നവരാണ്. ആ വിളി ബാഹ്യമായി ഗൗസുല്ലാഹിനെയാണെങ്കിലും ഭാഗികമായി മൊയ്‌ദി ശൈഖിന്റെ പേരാണെങ്കിലും അതൊരു ദിക്ർ എന്ന രീതിയിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട മഹാന്റെ പേര് ഉദ്കുർ അഹബ്ബന്നാസി ഇലൈക. കാലിന് വിഷമം വന്നപ്പോൾ മുത്തബി സുന്ന ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മാതൃക, ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളെ വിളിക്കുക. അത് പേര് വിളിക്കാനാണെങ്കിലും താത്വികമായി ആന്തരികമായി അല്ലാഹുവിനുള്ള വിളിയാണ്. അതുകൊണ്ടാണ് 1000 പ്രാവശ്യം വിളിക്കുമ്പോൾ ഒരു 300 ചില്ലറ കഴിയുന്ന സമയത്ത് പതിയെ കൈയടിച്ച് ശബ്ദമുണ്ടാക്കി ഇലാഹി അന്ത മഖ്സൂദി വരിളാക മത്ലൂബി. ഇത് ശിർക്കാണ് എന്ന് പറയുന്ന ആളുകൾക്ക് ലബ്ബൈക ചൊല്ലാൻ കഴിയില്ല. ഒന്നതാണ് എന്നാണ്. എന്ത്? ഇത് ശിർക്കാണെന്ന് പറഞ്ഞാൽ യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുന്നത് ശിർക്കാണ് എന്ന് പറഞ്ഞാൽ അവന് പിന്നെ ലബ്ബൈക ചെല്ലാൻ കഴിയില്ല. എന്തേ കാരണം? കാരണം മൂപ്പർ വിശദീകരിച്ചു. പൊടി പോയത് കണ്ണിലാണ്, പക്ഷെ ഊതിയത് ചെവിയിലാണ്. ഊതിയത് ചെവിയിലാണ്. അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നുണ്ട് അതിനിടക്ക്. ഇബ്രാഹിം നബി വിളിച്ചു, പക്ഷെ ഉത്തരം നൽകുന്നത് യാ ഇബ്രാഹിം എന്നല്ല, ലബ്ബൈക യാ ഇബ്രാഹിം എന്നല്ല. അങ്ങനെയായിരുന്നെങ്കിൽ നിങ്ങൾക്കത് തെളിവാക്കാമായിരുന്നു. ഓ ഇബ്രാഹിം നബിയെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മരണപ്പെട്ട ഇബ്രാഹിം നബിയെ, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നിങ്ങൾ വിളിച്ചിരുന്നല്ലോ, ഞങ്ങളിതാ വന്നിരിക്കുന്നു, ലബ്ബൈക യാ ഇബ്രാഹിം ലബ്ബൈക്. ഓ ഇബ്രാഹിം, അങ്ങക്ക് ഉത്തരം നൽകി ഞങ്ങളിതാ വന്നിരിക്കുന്നു എന്ന് പറയാമായിരുന്നു. പക്ഷേ ലോകത്തിന് വരെ ഹജ്ജിന് പോയ ഒരു മനുഷ്യനും അത് പറയില്ല, ഒരു മുസ്ലിമും അത് പറയില്ല. നേരെ മറിച്ച് മുസ്ലിങ്ങളെല്ലാം പറയുന്നത് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക്, ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക്. അല്ലാഹുവേ, ഞങ്ങൾക്ക് ഉത്തരം നൽകാനുള്ളത് നിന്നോടാണ്,
നിന്നോടാണ് ഞങ്ങൾക്ക് ഉത്തരം നൽകാനുള്ളത്. ലബ്ബൈക് അല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. ലബ്ബൈക്, നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. ലാ ശരീക ലക ലബ്ബൈക്, നിനക്ക് യാതൊരുവിധ പങ്കുകാരുമില്ല നാഥാ. നിന്നോടൊപ്പം പ്രാർത്ഥിക്കപ്പെടാൻ, നിന്നോടൊപ്പം ആരാധിക്കപ്പെടാൻ, നിന്നോടൊപ്പം സത്യം ചെയ്യപ്പെടാൻ, നിന്നോടൊപ്പം തവക്കുലാക്കാൻ വേറെ ഒരാളുമില്ല നാഥാ, വേറെ ഒരു ശക്തിയുമില്ല നാഥാ. ലാ ശരീക ലക ലബ്ബൈക്, നിനക്ക് യാതൊരുവിധ പങ്കുകാരുമില്ല. നിന്റെ വിളിക്ക് ഞങ്ങൾ ഇതാ ഉത്തരം നൽകിയിരിക്കുന്നു. ഇന്നൽ ഹംദ വന്നിഅമത ലക, നാഥാ എല്ലാ സ്തുതികളും എല്ലാ നിഅമത്തുകളും നിനക്കുള്ളതാണ്. വൽ മുൽക്ക്, എല്ലാ ആധിപത്യവും നിനക്കാണ്. ലാ ശരീക ലക, നിനക്കൊരു പങ്കുകാരുമില്ല നാഥാ എന്ന തൗഹീദിന്റെ പ്രഖ്യാപനമാണ് ആ വിശുദ്ധമായ കഅബാലയത്തിന്റെ ആ മണ്ണിൽ വിശുദ്ധമായ മക്കയിൽ ഉറക്കെ ഉറക്കെ കേൾക്കുന്നത്. ഉറക്കെ ഉറക്കെ ആ ശബ്ദമാണ് കേൾക്കുന്നത്. എന്നാൽ മുസ്ലിയാരുടെ വ്യാഖ്യാനിക്കുകയാണല്ലോ, ആ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് എന്ന് വിളിക്കേണ്ട മനുഷ്യൻ, എന്ന് പറയേണ്ട മനുഷ്യൻ, അത് പറയുമ്പോൾ ഏതെന്നാണോ പറയുന്നത് ആ അർത്ഥത്തിലാണ് യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുന്നത്. കാരണം എന്താണ്? യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറയുമ്പോൾ ആ പറച്ചിൽ കൊണ്ട് അർത്ഥമാക്കുന്നത് അള്ളാഹുവിനോടുള്ള വിളി തന്നെയാണ് എന്നാണ്. എന്ന് പറഞ്ഞാൽ യാ ശൈഖ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം യാ അല്ലാഹ്, ഓ അല്ലാഹ്, നിന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത്, നിന്നെയാണ് ഞങ്ങൾ വിളിക്കുന്നത്. എന്നാൽ മാന്യ സുഹൃത്തുക്കളെ, അള്ളാഹുവിന് അങ്ങനെ ഒരു പേരില്ല. യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് വിളിക്കുമ്പോ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്നൊരു പേര് അല്ലാഹ്ക്കില്ല. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ, അള്ളാഹുവിന് വിശിഷ്ട നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ കൊണ്ട് അവനെ വിളിച്ചോളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല, അള്ളാഹിനെ വിളിക്കുകയാണ്. പക്ഷേ ഞങ്ങൾ വിളിക്കുക യാ ശൈഖ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്നായിരിക്കും. അതിന് തെളിവോ ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്, അല്ലാഹുവേ നിന്റെ വിളിക്ക് ഞങ്ങൾ ഉത്തരം നൽകിയിരിക്കുന്നു. ഇതെന്ത് വിരോധാഭാസാണ്? ഇത് കേട്ടിരുന്നല്ലോ ജനം, ഇത് കേട്ടിരുന്നല്ലോ ആളുകള്, ഇത് കേട്ടിട്ട് തക്ബീർ വിളിച്ചല്ലോ. അല്ലാഹുമ്മ, അല്ലാഹുവേ എന്ന് വിളിച്ചാൽ ലബ്ബൈക് അല്ലാഹുമ്മ, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി എന്ന് പറഞ്ഞാൽ യാ ശൈഖ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, അതാണ് അതിന്റെ അർത്ഥം. ലോകത്തിന് ഇന്ന് വരെ ആരാ അത് പറഞ്ഞത്? ഇങ്ങനൊരു വിശ്വാസം ലോകത്ത് ആരാ പഠിപ്പിച്ചത്? എങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറയണ്ടേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞോ? പ്രവാചകന്റെ സഹാബത്ത് അത് പറയണ്ടേ? പ്രവാചകന്റെ സഹാബത്ത് അത് പറഞ്ഞോ? ലോകത്ത് കഴിഞ്ഞുപോയ ഏതെങ്കിലും ഒരു പ്രവാചകൻ, ഏതെങ്കിലും ഒരു സ്വാലിഹ്, ഏതെങ്കിലും ഒരു സുഹൃതം ചെയ്യപ്പെട്ട വിശുദ്ധ ഖുർആൻ കൊണ്ട് അംഗീകരിക്കപ്പെട്ട വ്യക്തി ആ വാചകം കൊണ്ട് അള്ളാഹുവിനെ വിളിച്ചിട്ടുണ്ടോ? റബ്ബിനെ വിളിച്ചിട്ടുണ്ടോ? യാ ശൈഖ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന്. എന്നിട്ട് അതിന് തെളിവെന്താണ്? മുസ്ലിയാർ തെളിവ് പറയുകയാണ്, അതെ യാ ശൈഖ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് 1000 വട്ടം വിളിച്ചാലും ഇടക്കിടക്ക് ഞങ്ങൾ പറയാറുണ്ട്. എന്താ പറയാറുള്ളത്? ഇലാഹി അംദ മഖ്സൂദി വരിലാക മത്ലൂബി. ഇത് ഞങ്ങൾ ഇടക്ക് പറയാറുണ്ട് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇടക്ക് കളിയാക്കാറുണ്ട്. അതിൽ അതിന്റെ അർത്ഥം വിളിക്കുന്നത് മുഴുവൻ യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്നാണ്. പക്ഷെ ഇടക്കിടക്ക് പഠിച്ചോടോ ഇലാഹി അന്ത മഖ്സൂദി വരിലാക മത്ലൂബി എന്ന് വെച്ചാൽ രണ്ടാളെ ഞങ്ങൾ കളിയാക്കുകയാണ്. രണ്ടാളൊരാൾ, ഒന്നില്ലെങ്കിൽ മുഹീദ്ദീൻ ചെയ്യുന്ന ഞങ്ങൾ കളിയാക്കുകയാണ്, അല്ലെങ്കിൽ നിന്നെ ഞങ്ങൾ കളിയാക്കുകയാണ്. അങ്ങനല്ലേ വാചകം? അതല്ലാതെ ഇടക്കിടക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാ, എന്ന് കുറെ നേരം ശരണമയ്യപ്പ സ്വാമി ശരണമയ്യപ്പ എന്ന് ഇടക്കിടക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിങ്ങനെ പറയാ. എന്നിട്ട് പറയാ, കണ്ടോ ഞങ്ങൾ ശരണമയ്യപ്പ എന്നാണ് പറയുന്നതെങ്കിലും ഇടക്കിടക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞില്ലേ? അപ്പോ ഞങ്ങൾ ശരണമയ്യപ്പ എന്ന് പറയുന്നതിന്റെ അർത്ഥം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ്. അങ്ങനെ ആക്കാൻ പറ്റുമോ? അങ്ങനെ ആക്കാൻ പറ്റുമോ? എന്ത് വിഡ്ഢിത്തമാണ് ഇവിടെ പുലമ്പുന്നത്? എന്നിട്ട് തൗഹീദിന്റെ വാഹകരായ, തൗഹീദിന്റെ പ്രയോക്താക്കളായ, തൗഹീദിന്റെ പ്രചാരകരായ ആളുകള്, ഹജ്ജിന്റെ മണ്ണിൽ ഒരുമിച്ച് കൂടുന്ന ഹാജിമാര്, ആ ഹാജിമാർ സർവ്വതും റബ്ബിൽ തവക്കുലാക്കി അല്ലാഹുവിൽ പ്രതീക്ഷയർപ്പിച്ചിട്ട് ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ഇന്നൽ ഹംദ വന്നിഅമത ലക് വൽ മുൽക ലാ ശരീക ലക് എന്ന തൽബിയത്തിന്റെ വാചകം ഉച്ചരിക്കുമ്പോ മുസ്ലിയാർ പറയുകയാണ് അത് ശിർക്കിനുള്ള തെളിവാണ്. എന്നാ മുസ്ലിയാരെ അത് തെളിവല്ല. ആ ലബ്ബൈക നിങ്ങൾക്ക് തെളിവല്ല.
നിങ്ങൾക്ക് തെളിവാകുന്ന വേറൊരു ലബ്ബൈക്കയുണ്ട്. ആ ലബ്ബൈക്കയും ഞങ്ങൾ വിശദീകരിച്ചു തരാം. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ആ ലബ്ബൈക്ക ഉദ്ധരിച്ചിട്ടുണ്ട്. ഇമാം മുസ്ലിം അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ 1185 നമ്പർ ഹദീസിൽ പറയുന്നു, കാനൽ മുശ്രികൂൻ യഖൂലൂൻ, മുശ്രിക്കുകളായ ആളുകള് റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ അവരും തവാഫിന് വരുമായിരുന്നു. അങ്ങനെ തവാഫിന് വന്ന ആളുകൾ പറയുമായിരുന്നു, ലബ്ബൈക ലാ ശരീക ലക്, ലബ്ബൈക ലാ ശരീക ലക്. അല്ലാഹുവേ, നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ വന്നു, നിനക്ക് യാതൊരുവിധ പങ്കുകാരുമില്ല, നിനക്ക് യാതൊരുവിധ ശരീക്കുമില്ല. ഇതവര് പറയുമ്പോ മുഹമ്മദ് നബി അവിടെ ഉണ്ടെങ്കിൽ പ്രവാചകൻ അവരോട് പറയും, ഫയഖൂലു റസൂലുള്ളാഹ് വൈലക്കും ഖദിൻ ഖദിൻ, ഓ ജനങ്ങളെ മതി മതി, ബാക്കി നിങ്ങൾ പറയരുത്, ബാക്കിയുള്ളത് നിങ്ങൾ പറയരുത്. ലബ്ബൈക 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 ലാ ശരീക ലക് എന്ന വാചകം കൊണ്ട് നിങ്ങൾ അവസാനിപ്പിക്കൂ ജനങ്ങളെ എന്ന് മുഹമ്മദ് നബി അവരോട് പറയുമ്പോഴും അവർ സമ്മതിക്കൂലേ. ഞങ്ങൾ കൃത്യമായ ബാപ്പ ഉപ്പുപ്പ കാക്കുകാരണവന്മാർ വഴി കൈമാറി കിട്ടിയ മഹത്തായ ആദർശത്തിന്റെ ആളുകളാണ്. അതുകൊണ്ട് മുഹമ്മദെ മാറി നിൽക്കൂ, ബാക്കിയും ഞങ്ങൾ പറയുകയാണ്. ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു മാ മലക്, ഇല്ലാ ശരീകൻ, ഒരു പങ്കുകാരൻ ഒഴികെ. അതെങ്ങനെയുള്ള പങ്കുകാരനാണ്? ഹുവ ലക, അവൻ നിനക്കുള്ളത് തന്നെ, നിനക്കുള്ളത് തന്നെ, നിന്റെ ആള് തന്നെ. തംലികുഹു, നിന്റെ കീഴിലാണ് അവനുള്ളത്. വമാ മലക, അവൻ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം നീ കൊടുത്തതാണ്. നീ കൊടുത്ത കഴിവ് കൊണ്ട് ആ രൂപത്തിൽ ഞങ്ങൾ സ്വീകരിച്ചൊരു പങ്കുകാരൻ, നിന്റെ അധീനതയിലുള്ളൊരു പങ്കുകാരൻ, നിന്റെ കീഴിലുള്ളൊരു പങ്കുകാരൻ, ആ പങ്കുകാരനല്ലാതെ വേറൊരു പങ്കുകാരുമില്ല. ചിലപ്പോ ഇവിടെ മുസ്ലിംക്ക് തെറ്റിപ്പോയതായിരിക്കും, തൽബിയത്ത് ഇതായിരിക്കും ഉദ്ദേശിച്ചത്, നേരത്തെ മറിഞ്ഞു പോയിട്ടുണ്ടാവും. രണ്ടും മുസ്ലിമാ ഉദ്ധരിച്ചത്, രണ്ടും ഇമാം മുസ്ലിമാ ഉദ്ധരിച്ചത്. ഇമാം മുസ്ലിമിന്റെ സഹീഹിലാണ്. ഇമാം മുസ്ലിമിന്റെ സഹീഹിൽ 1184 നമ്പർ ഹദീസിന്റെ ചുവട്ടിലാണ് ഈ പറഞ്ഞ ഈ മുശ്രിക്കിന്റെ തൽബിയത്തുള്ളത്. 1185 നമ്പർ ഹദീസിൽ. അപ്പൊ മുസ്ലിയാർ വായിച്ച് തിരിഞ്ഞു പോയിട്ടുണ്ടാകാൻ ആ സാധ്യത. മുസ്ലിയാർ വിശ്വാസികളുടെ തൽബിയത്ത്, ആ തൽബിയത്ത് ഉദ്ധരിച്ചിട്ടാ പറഞ്ഞത് ശിർക്ക് ചെയ്യാമെന്ന്. എന്നാൽ മാന്യ സഹോദര, ഈ വാദം, ഗൗരവകരമായ ഈ വാദം, ശിർക്കിന്റേതായി വാദം തിരിച്ചറിയണം. ഇത് പ്രസംഗിക്കാൻ, ഇത് പറയാൻ, ഇത് വിളമ്പാൻ, ഇത് ഈ സമൂഹത്തെ പഠിപ്പിക്കാൻ ഒരുങ്ങിപ്പുറപ്പെട്ടവരെ, റബ്ബിന്റെ കോർട്ടിൽ നിങ്ങൾ ഹാജരാകണം, അള്ളാഹുവിന്റെ മുന്നിൽ ഹാജരാകണം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പരലോകത്ത് വരുമെന്ന ഓർമ്മ നിങ്ങൾക്കുണ്ടാകണം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം പഠിപ്പിച്ച ആദർശം സ്വീകരിക്കുന്ന കോടിക്കണക്കിന് അനുയായികൾ നാളെ പാരത്രിക ലോകത്തുണ്ടാകുമെന്ന വിവരം നിങ്ങൾ അറിയണം. അതുകൊണ്ട് മുസ്ലിയാർ അവസാനിപ്പിക്കുന്നില്ല. രണ്ടാമത്തെ സംഗതി മുസ്ലിയാർ പറയുകയാണ്. ഒന്നാമത്തെ സംഗതിയാണ് ഇത്രയും പറഞ്ഞത്. രണ്ടാമത്തെ സംഗതി മുസ്ലിയാർ പറയുന്നത് കേട്ടോളൂ. രണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചത് എപ്പോഴാ സുഹൃത്തുക്കളെ? എപ്പോഴാണ്? 4000 വർഷങ്ങൾക്ക് മുമ്പ്. ശരിക്ക് ചിന്തിക്കണം. 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിളിച്ചപ്പോൾ ഞാൻ ചോദിക്കുന്നു, 2008 ഹജ്ജിന് പോയ ഖദീജ, 2008 ഹജ്ജിന് പോയ ഇവിടുത്തെ ഒരു അബ്ദുള്ള, 2008 ഹജ്ജിന് പുറപ്പെടുന്ന അബ്ദുൽ ഖാദർ, ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ഇബ്രാഹിം നബി വിളിച്ചപ്പോൾ അന്ന് ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. നിങ്ങളെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. വാപ്പാന്റെ വാപ്പ ജീവിച്ചിരിപ്പുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന്റെ വാപ്പാന്റെ 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 വാപ്പ അയാൾ ജീവിക്കാമെന്നും ജനിക്കണമെന്നും കരുതിയിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ പിന്നെ അത്രയും വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി വിളിച്ച വിളി ഇപ്പോഴെങ്ങനെയാ കേട്ടത്? സ്ഥലത്തില്ലാത്ത നമ്മളെയാണ് സ്ഥലത്തുള്ള ഇബ്രാഹിം നബി വിളിച്ചത്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അന്ന് 4000 വർഷം മുമ്പ് 4000 വർഷം മുമ്പ് വിളിക്കുമ്പോ ഭൂമിയിൽ ഇല്ലാത്ത, സ്ഥലത്തില്ലാത്ത നാം ആ വിളി കേട്ടു. ആ വിളി കേട്ടുകൊണ്ടാണ് ഉത്തരം ചെയ്യുന്നതെങ്കിൽ ഇന്ന് ബഹുമാനപ്പെട്ട ഊസുൽ ആലമിനെ വിളിച്ച് യാ ഗൗസു യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അത് ശിർക്കാണെന്നും, ബഗ്ദാദിൽ കിടക്കുന്ന മുഹീദ്ദീൻ ശൈഖിനെ ഇവിടെ വെച്ചിട്ട് വിളിച്ചാൽ എങ്ങനെ വിളി കേൾക്കാനാണ്? മാത്രമല്ല മുഹീദ്ദീൻ ശൈഖ് സ്ഥലത്തില്ലല്ലോ, മരണപ്പെട്ട വ്യക്തിയല്ലേ, നമ്മൾ ആ സ്ഥലത്തുള്ളത് എങ്ങനെ കേൾക്കും എന്ന് ചോദിക്കുന്ന ഏതെങ്കിലുമൊക്കെ യഥാർത്ഥ ബുദ്ധി ഹിദായത്തോടുകൂടെ അല്ലാഹു തആല നൽകിയിട്ടില്ലാത്ത ആളുകൾ, ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ തൽബിയത്ത് ഉച്ചരിക്കാൻ തന്നെ പാടില്ല. നോക്ക്, കണ്ടോ?
മുസ്ലിയാർ പറയുന്നത് ഈ രൂപത്തിൽ പറയുന്ന ആരും അഥവാ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന ഒരാൾക്കും തൽബിയത്ത് ഉച്ചരിക്കാൻ അവകാശമില്ല. അതിന് തെളിവെന്താ? 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി വിളിച്ചു. അപ്പൊ 4000 വർഷങ്ങൾക്ക് മുമ്പ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിച്ചതുപോലെയാണ് ഇന്ന് ആളുകൾ അതേ മുഹീദ്ദീൻ ശൈഖിനെ വിളിക്കുന്നത്, റിഫായി ശൈഖിനെ വിളിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതിന്റെ ഗൗരവം. അപ്പൊ മാന്യ സഹോദരങ്ങളെ തിരിച്ചറിയണം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ലോകജനങ്ങളെ വിളിച്ചു. അള്ളാഹുവിന്റെ അനുമതി പ്രകാരം, കൽപ്പന പ്രകാരമാണ് വിളിച്ചത്. വിശുദ്ധ ഖുർആൻ ആ കൽപ്പന എടുത്തു പറഞ്ഞിട്ടുണ്ട്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞ വാചകമാണ്. ആ വാചകത്തിന്റെ അർത്ഥം ഞാൻ വിശദീകരിക്കേണ്ടതില്ല, എല്ലാവർക്കും അറിയാം. ഇബ്രാഹിം നബി വിളിക്കുന്നു വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്. ഇബ്രാഹിം നബിയോട് അല്ലാഹു പറയുന്നു, ഇബ്രാഹിം വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങളെ നീ ഹജ്ജിലേക്ക് വിളിക്ക്, ഹജ്ജിലേക്ക് ജനങ്ങളെ വിളിക്ക്. അങ്ങനെ നീ വിളിച്ചു കഴിഞ്ഞാൽ യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരി യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. നടന്നുകൊണ്ടും അതുപോലെ തന്നെ വിദൂര പ്രദേശങ്ങളിൽ നിന്ന്, വിദൂര നാടുകളിൽ നിന്ന് മെലിഞ്ഞൊട്ടി ഒട്ടകപ്പുറത്ത് കയറിക്കൊണ്ടുമൊക്കെ ആളുകൾ ഹജ്ജിന് വന്നുകൊള്ളും. അതുകൊണ്ട് തന്നെ വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജ്, ജനങ്ങൾ ഹജ്ജിലേക്ക് വിളിക്കൂ ഇബ്രാഹിം എന്ന് ഇബ്രാഹിം നബിയോട് അല്ലാഹു പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം വിളിക്കുകയും ചെയ്തു. ഈ വിളി പോലെയാണ് യാ ശൈഖ് യാ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി എന്ന് പത്തപ്പിരിയ മുസ്ലിയാർ വിളിക്കുന്നത് എന്നാണ്. അപ്പൊ പത്തപ്പിരിയ മുസ്ലിയാർ ആരായിരിക്കണം? ഒന്നുകിൽ നബിയാകണം, പ്രവാചകനാകണം. കാരണം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ വിളി, ഇബ്രാഹിം നബി അല്ലാഹു ഖലീലായി തെരഞ്ഞെടുത്തിട്ട്, റബ്ബ് സുബ്ഹാനഹു വ തആല ഖലീലായി തെരഞ്ഞെടുത്തിട്ട് പ്രത്യേകമായി ഇക്റാം, ആദരവ് നിർത്താൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കൊണ്ട് അല്ലാഹു വിളിപ്പിക്കുകയാണ്. ആ സ്ഥാനം പത്തപ്പിരിയ മുസ്ലിയാർക്കുണ്ടെന്ന് പറയുന്നത്. അന്ന് ആളുകൾ, ലോകത്തുള്ള മുഴുവൻ ആളുകളും കേൾക്കാൻ രൂപത്തിലുള്ള സംവിധാനങ്ങളില്ല. പക്ഷേ റബ്ബ് സുബ്ഹാനഹു വ തആല അത് ഏറ്റെടുത്തു. ഞാൻ കേൾപ്പിച്ചോളാം, നീ അങ്ങ് വിളിച്ചാൽ മതി. ആ വിളിച്ചു എന്ന വിവരം പത്തപ്പിരിയ മുസ്ലിയാർ അറിഞ്ഞത് എങ്ങനെയാണ്? അത് ഉമ്മാന്റെ വയറ്റിൽ കിടക്കുമ്പോ ഓ എന്നൊരു വിളി പണ്ട് ഞാൻ വിളിച്ച ഓർമ്മയുണ്ട്. ആ രൂപത്തിലാ പറഞ്ഞത്? ആ രൂപത്തിലാ മുസ്ലിയാർ അതറിഞ്ഞത്? അല്ല. ഇബ്രാഹിം നബി അങ്ങനെ വിളി വിളിച്ചിട്ടുണ്ട്. ആ വിളി ലോകത്ത് എത്തിക്കുമെന്നത് അള്ളാഹു വാഗ്ദാനമായി ഏറ്റെടുത്തിട്ടുണ്ട് എന്നറിഞ്ഞത് എങ്ങനെ? ഖുർആനിൽ അല്ലാഹു പറഞ്ഞപ്പോൾ, അല്ലാഹു അറിയിച്ചപ്പോൾ, ഖുർആൻ പറഞ്ഞപ്പോഴാണ് മുസ്ലിയാർ പോലും അറിയുന്നത്. അല്ലാതെ മുസ്ലിയാർ വിളി കേട്ട ഓർമ്മ മുസ്ലിയാർക്കില്ല, ലോകത്ത് ഹജ്ജിന് പോയ ഒരാൾക്കുമില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റബ്ബ് സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയ ഒരു ഏർപ്പാട്, ഇബ്രാഹിം നബിയോട് അല്ലാഹു നൽകിയ ഒരു കൽപ്പന, ഞാൻ ഇബ്രാഹിം നബിക്ക് സമാനമാണെന്ന് വാദിച്ച് ഏറ്റെടുക്കാൻ മുസ്ലിയാരെ നിങ്ങളാരാ? ലോകത്ത് ജനങ്ങളെ ഹജ്ജിലേക്ക് വിളിക്കൂ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ചതുപോലെ ലോകത്തുള്ള ശൈഖന്മാരെ, മരിച്ചുമൺ മറഞ്ഞുപോയ മഹാത്മാക്കളെ വിളിക്കാൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? റബ്ബ് നിങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടോ? അള്ളാഹു നിങ്ങൾക്ക് അനുവാദം തന്നിട്ടുണ്ടോ? ഇല്ല. ഹജ്ജിലേക്ക് വിളിക്കാൻ ഇബ്രാഹിം നബിക്ക് അല്ലാഹു അനുവാദം കൊടുത്തുവെങ്കിൽ മരിച്ചു മൺമറഞ്ഞു പോയ മഹാത്മാക്കളെ വിളിക്കുന്നതിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞത് അത് ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഹജ്ജിലേക്ക് ജനങ്ങളെ വിളിച്ചതുപോലെയല്ല. നേരെ മറിച്ച് വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ് മൻ ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. وَإِذَا حُشِرَ النَّاسُ كَانُوا لَهُمْ أَعْدَاءً وَكَانُوا بِعِبَادَتِهِمْ كَافِرِينَ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ ഇതരരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ ഏറ്റവും വലിയ വഴിപിഴച്ചവൻ ആരുണ്ട്? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് ഖിയാസാക്കാൻ പറ്റിയ വിഷയമാണോ അത്? ഇബ്രാഹിം നബിയുമായി ബന്ധപ്പെടുത്താൻ പറ്റിയ വിഷയമാണോ അത്? അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ടെന്ന് മാത്രമല്ല ഖുർആൻ ചോദിക്കുന്നത്, ആരോടാണ് അവർ പ്രാർത്ഥിക്കുന്നത്? മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ. മല്ലാ യസ്തജീബു ലഹു ഇലാ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാൾ വരെ അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാത്തവയെ വിളിച്ചാണ് അവർ ദുആ ചെയ്യുന്നത്. വഹും അൻ ദുആഇഹിം ഗാഫിലൂൻ, അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥന അവർ കേൾക്കുന്നില്ല, അവരിവരുടെ പ്രാർത്ഥനയെ കുറിച്ച് അശ്രദ്ധരാണ്. അതിനു പുറമെ വൈദാ ഹുശറന്നാസ് കാനൂ ലഹും അദാഅൻ വകാനൂ ബിഇബാദതിഹിം കാഫിരീൻ. നാളെ ഖിയാമത്ത് നാളിൽ ഹാജരാക്കുമ്പോൾ, ഖിയാമത്ത് നാളിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ
മുഹീദ്ദീൻ ശൈഖും അവിടെ വരും. മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ചവരും വരും. റിഫായി ശൈഖും വരും. റിഫായി ശൈഖിനെ വിളിച്ചവരും വരും. മുഹമ്മദ് നബിയും വരും. മുഹമ്മദ് നബിയോട് പ്രാർത്ഥിച്ചവരും വരും. ഇബ്രാഹിം നബിയും വരും. ഇബ്രാഹിം നബി ആരാധിച്ചവരും വരും. ഈസാ നബിയും വരും. ഈസാ നബിയോട് തേടിയവരും വരും. മറിയം അലൈഹിസ്സലാത്തു വസ്സലാം വരും. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പ്രാർത്ഥിച്ചവരും വരും. ഇങ്ങനെ എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ദിവസം കാനൂ ലഹും അദാ, ആ മഹത്തുക്കൾ, ആ മഹാന്മാർ, ആ പ്രവാചകന്മാർ ഇവരുടെ ശത്രുക്കളായി മാറും.